ഹലോ ഗെയ്സ്, നമ്മളപ്പോൾ 2 ബിസ്ക്കറ്റ് കൊണ്ട് നല്ലൊരു കിടിലൻ ഐറ്റം അങ്ങോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് എന്താണെന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാകും. അപ്പം നമ്മളിവിടെ 2 ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഹാപ്പിയും പിന്നെ നമ്മുടെ ബർബനും. അപ്പം ഈ ബിസ്ക്കറ്റ് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ആ പുതിയൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. പുതിയൊരു ഐറ്റം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, മിക്കവരൊക്കെ ഉണ്ടാക്കി കാണും. പക്ഷെ നമ്മളിത് ആദ്യമായിട്ടാണ് ഒന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ കുത്തിപ്പൊടിച്ച് ഇങ്ങനെ എടുക്കുവാണ്. അപ്പോൾ ഈ കുത്തിപ്പൊടിച്ചെടുക്കുന്ന ബിസ്ക്കറ്റ് നമ്മൾ എപ്പോഴും ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ആണെങ്കിലാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ഓറിയോയോ ബർബനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഹാപ്പിയോ ഒക്കെ എടുക്കുവാണെങ്കിൽ കുറച്ച് നല്ല ബെറ്റർ ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഈ സംഭവം കഴിക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മൾ അടുത്ത ബിസ്ക്കറ്റ് എടുക്കുവാണ്. ഇതുപോലെ തന്നെ കുത്തിപ്പൊടിച്ച് എടുക്കുവാണ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബിസ്ക്കറ്റും പൊട്ടിച്ചു. അതും ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ നുറുക്കി നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം ഈ കുട്ടികൾക്കൊക്കെ 4 മണിക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് ഈ ബിസ്ക്കറ്റൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കാറുണ്ട്. അധികം നല്ലതല്ലെന്ന് പറയുമെങ്കിലും പിള്ളേർക്ക് ബിസ്ക്കറ്റൊക്കെ ഭയങ്കര ക്രേസായിരിക്കും. പക്ഷേ ബിസ്ക്കറ്റായിട്ട് കൊടുക്കാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് കുറച്ചും കൂടെ ഇഷ്ടം തോന്നുമേ. അപ്പം നമ്മൾ ഉള്ള ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ കുത്തിപ്പൊടിച്ചെടുത്ത് വെച്ചിരിക്കുവാണ്. അപ്പം പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും പാലൊന്നും നമുക്ക് ആവശ്യമില്ല. അതിൽ കുറച്ച് നമ്മൾ ഇതിനകത്തേക്ക് ബിസ്ക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഈ കേക്കിനൊക്കെ ബാറ്റർ റെഡിയാക്കത്തില്ലേ, അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് കുത്തിപ്പൊടിച്ച് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ പാലും നമ്മുടെ ബിസ്ക്കറ്റും തമ്മിലുള്ള ആ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന ബാറ്ററില്ലേ, അതേ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് സംഭവം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബബിൾസ് ഒന്നും ഇല്ലാതെ അതിൻ്റെ തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് അത് യോജിപ്പിച്ച് നന്നായിട്ട് പരുവത്തിന് അങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു മെയിനായിട്ടുള്ളൊരു സാധനമുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ സോഡാപ്പൊടിയാണ് വേണ്ടത്. പക്ഷേ നമുക്ക് സോഡാപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈസ്റ്റ് കലക്കി വെച്ചിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. ഈസ്റ്റ് ആയാലും വലിയ കുഴപ്പമൊന്നും ഇല്ല. അപ്പം ഏതെങ്കിലും ഒന്ന് സോഡാപ്പൊടി ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് പ്ലഫി ആയിട്ട് കിട്ടും. ഇതിപ്പം അധികം പ്ലഫി ആകില്ല, എന്നാലും നമുക്ക് ഓക്കെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈസ്റ്റും കൂടെ ആയിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ കുട്ടീസ് 4 മണിക്ക് വരുമ്പോഴത്തേക്ക് ഒരു സർപ്രൈസ് ആയിട്ടാണ് നമ്മളിത് കൊടുക്കാൻ പോകുന്നത്. കാരണം എപ്പോഴും അവർ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് നല്ല ഇതൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റാറില്ല. കാരണം പിന്നെ നമ്മൾ ചോറും കറിയൊക്കെ തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. കാരണം എപ്പോഴും ബിസ്ക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതൊന്നും അല്ലല്ലോ. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം പിന്നെ നമ്മുടെ സംഭവം, നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം, നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്തുനിന്ന് കുറച്ച് ചുള്ളി എടുത്തുകൊണ്ട് വരുവാണേ. അപ്പോൾ ചുള്ളിയും കൊണ്ട് വരുന്ന വഴിക്ക് കാണാം ഗെയ്സ്. അങ്ങനെ നമ്മൾ നമ്മുടെ അടുപ്പൊക്കെ കത്തിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം. കാരണം തീയാണ്, വെരി ഡേഞ്ചറാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇഡ്ഡലിക്കുട്ടകമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളധികം ഈ ഇഡ്ഡലിക്കുട്ടകം നമ്മളങ്ങനെ യൂസ് ആക്കാറില്ലായിരുന്നില്ല. അതിങ്ങനെ എവിടെയോ മൂലയ്ക്ക് കിടക്കുമായിരുന്നു. നമുക്കൊരാവശ്യം വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അങ്ങനെ നമ്മൾ അതിൽ തീയൊക്കെ പിടിപ്പിച്ച് നമ്മുടെ സംഭവമൊക്കെ വെച്ച് കൊടുത്തിട്ട് തീയൊക്കെ കത്തിച്ചു. നമ്മൾ അടുപ്പിൽ തന്നെ വെക്കുന്ന ഇഡ്ഡലിക്കുട്ടകം ആയതുകൊണ്ട് നല്ല പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അടുപ്പിൽ കത്തിച്ച് അടുപ്പിൽ തന്നെ നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് എണ്ണ തടവി കൊടുക്കണം നമ്മുടെ ഈ ഇഡ്ഡലിക്കുട്ടകത്തിൻ്റെ അടപ്പിലേക്ക്. ഇപ്പം ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് ഈ സംഭവം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്, ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഇഡ്ഡലിയാണോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്നൊരു ഇതുണ്ടാകും. സംഭവം ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് സെറ്റിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എണ്ണയൊക്കെ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ കാരണം നമ്മുടെ ഈ ഒഴിക്കുന്ന ബാറ്റർ വിട്ട് വരണം എന്നുണ്ടെങ്കിൽ അത് സെറ്റായി കഴിയുമ്പോഴത്തേക്കും അതിൽ പിടിച്ചിരിക്കരുതല്ലോ. അതിനാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ എണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ബാറ്റർ നമ്മൾ ഈ ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കുകയാണ്, ഈ ഇഡ്ഡലിത്തട്ടിലേക്ക്. അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ വേഗം തന്നെ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡിയാക്കി ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് നമ്മൾ ഒഴിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ വെള്ളം അവിടെ അടുപ്പത്തിരുന്ന് ചൂടാവുന്നുണ്ട് കേട്ടോ. പെട്ടെന്നേക്കും ആകുമല്ലോ. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ തീയൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചത്. പിന്നെ ഇതങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ എന്ന് ഓർത്ത് നമ്മളെല്ലാം ഒഴിച്ച് റെഡിയാക്കി വെച്ചു. അങ്ങനെ ഇതാ നമ്മുടെ പുറകിലൊക്കെ കണ്ടോ ഗൈസ്, നല്ല കാടാണ്, മൊത്തത്തിലൊരു കാടുമയം. അപ്പോൾ ഇവിടെ നിന്ന് എന്തോ കുരുവികളൊക്കെ കരയുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഇവിടെ എല്ലാം റെഡിയായി. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി അടുപ്പത്ത് വയ്ക്കാം.
ഓക്കെ, എല്ലാം അടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതെന്താ പരുവത്തിലാകാൻ പോകുന്നതെന്ന്. അപ്പം നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റ് ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ, അത് തുറക്കുന്ന സമയത്തൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയും കൂടെയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിള്ളേർക്കൊക്കെ ഒരു ഹരവായിക്കോട്ടെ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് എൻ്റെ മോനെ ഒരേ പൊളി. ഇത്രയും ടേസ്റ്റ് ബിസ്ക്കറ്റിനുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ബിസ്ക്കറ്റ് കഴിക്കുന്ന ആ ഒരു ക്രഞ്ചിനെസ് പോലെയല്ല ഈ ടേസ്റ്റ്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ്. അത്രയ്ക്ക് കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയോ കേട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ തന്നോളൂ. അപ്പം നമുക്ക് ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം. അപ്പോൾ നമ്മുടെ കുട്ടീസ് സ്കൂളിൽ നിന്ന് വരാറായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തം ഞാൻ തന്നെ കഴിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒരെണ്ണം കഴിച്ചിട്ട് ബാക്കി അവർക്ക് വെച്ചേക്കാം ഗൈസ്.